ഹലോ ഓൾ. നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. നിങ്ങൾക്കറിയാം സിമ്പിൾ ഇഫ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇഫിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ, ആ കണ്ടീഷനെ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ആവും. അതാണ് സിമ്പിൾ ഇഫ് എന്ന് പറഞ്ഞാൽ. ദെൻ അതിനുശേഷം നമ്മൾ പഠിച്ച ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഇഫ് എൽസ് എന്നുള്ളത്. ഓക്കെ, ഇഫ് എൽസ് നമുക്കറിയാം ഇഫിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ കണ്ടീഷനെ ഇവാലുവേറ്റ് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ ഇഫിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അല്ല, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ എൽസിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന കുറേ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും, അതായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, സോ ഈ ഇഫ് എൽസ് എന്ന് പറയുന്ന സാധനമാണ് നമ്മളുടെ മെയിൻ സംഭവം. ഓക്കെ, ഇനി നമ്മൾ രണ്ട് കാര്യങ്ങളും കൂടെ പഠിക്കും. അത് ആ ഇഫ് എൽസിനെ വെച്ചിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മളുടെ മൂന്നാമത്തെ ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽസ് തന്നെയാണ് ഇവിടെ വരുന്നത്, പക്ഷേ നെസ്റ്റഡ് ആണ്. നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, ഇഫ് എൽസിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആണ് എങ്കിൽ നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഞാനിപ്പോൾ നെസ്റ്റഡ് ഇഫ് എൽസിൻ്റെ സിൻറ്റാക്സ് പറയും, അതിൻ്റെ വർക്കിംഗ് പറയും, അതിൻ്റെ ഫ്ലോ ചാർട്ട് റെപ്രസെൻറ്റേഷൻ പറയും. അത്രയുമാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന് ശേഷം നമ്മളൊരു നെസ്റ്റഡ് ഇഫ് വെച്ചിട്ട് ഒരു പ്രോഗ്രാമും നമ്മൾ ചെയ്യും. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒന്നിലധികം ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സിൻറ്റാക്സ് ആണ് പറയുന്നത്. ഇഫ്, നിങ്ങൾക്കറിയാം ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, നമുക്കറിയാം ഇഫ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ഇഫ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് എ കണ്ടീഷൻ ഓർ ആൻ എക്സ്പ്രഷൻ അല്ലേ. സോ ഇഫിൻ്റെ കൂടെ ഫസ്റ്റ് ഞാൻ എൻ്റെ കണ്ടീഷൻ കൊടുത്തു. ഇഫ് കണ്ടീഷൻ എൻ്റെ ഫസ്റ്റ് കണ്ടീഷനാണ് ഇതെന്ന് വിചാരിക്കുക. നമുക്കറിയാം ഇഫിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ വന്നാൽ എന്താണ് ചെയ്യുന്നത്? ആ കണ്ടീഷനെ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും, ഇല്ലേ? സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇഫിൻ്റെ അകത്തുള്ള ഫസ്റ്റ് കണ്ടീഷനെ അത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ രണ്ട് പോസിബിലിറ്റിയാണ്, ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ഓക്കെ, ട്രൂ ആണ് എന്ന് വിചാരിക്കുക. ട്രൂ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അടുത്ത ഒരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും. മനസ്സിലാവുന്നോ? ഓക്കെ, സോ ഇത് നമ്മളുടെ സെക്കൻഡ് കണ്ടീഷനാണെന്ന് വിചാരിക്കുക. എന്താ പറഞ്ഞത്? ഫസ്റ്റ് നമ്മളൊരു ഇഫ് കൊടുത്തു, നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷനെ നമ്മൾ ചെക്ക് ചെയ്തു. എപ്പോഴും കണ്ടീഷൻ ഏത് ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. സോ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണ് എന്ന് വിചാരിക്കുക. ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും. അതായത് സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും. എന്താണ്? സെക്കൻഡ് കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ ആണെന്ന് വിചാരിക്കുക. ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ 2വിനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. കണ്ടീഷൻ 2വിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, കണ്ടീഷൻ 2 ഫോൾസ് ആണെന്ന് വിചാരിക്കുക.
കണ്ടീഷൻ 2 ഫോൾസ് ആണെങ്കിൽ എന്ത് പറ്റുന്നറിയോ, ഇതിൻ്റെ എൽസ് പാർട്ടിലേക്ക് എക്സിക്യൂഷൻ വരും. അതായത് സ്റ്റേറ്റ്മെന്റ് 3യും സ്റ്റേറ്റ്മെന്റ് 4ഉം എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ? അപ്പൊ എന്താ പറ്റിയത്? ഇഫ് എൽസിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തു, ട്രൂ ആയപ്പോഴാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആയിരുന്നെങ്കിലോ എന്ത് ചെയ്യും? ഈ ഇഫിന് അടുത്ത എൽസ് നമ്മൾ കൊടുക്കും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഫ് എൽസിന് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിന്റെ ഉള്ളിലേക്കാണ് എക്സിക്യൂഷൻ വരുന്നത്. സോ ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആയാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ എൽസിലേക്ക് വരും. എൽസിൽ നമ്മൾ അടുത്ത ഇഫ് കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മളുടെ തേർഡ് കണ്ടീഷൻ നമ്മൾ കൊടുത്തു. ദെൻ തേർഡ് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. തേർഡ് കണ്ടീഷൻ ട്രൂ ആവാം, ഫോൾസ് ആവാം. ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് 5ഉം സ്റ്റേറ്റ്മെന്റ് 6 എക്സിക്യൂട്ട് ചെയ്യും. തേർഡ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ ഇതിൻ്റെ എൽസ് പാർട്ട് വർക്ക് ചെയ്യും. അതായത് സ്റ്റേറ്റ്മെന്റ് 7ഉം സ്റ്റേറ്റ്മെന്റ് 8ഉം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഈ സിൻടാക്സ് അങ്ങനെ തന്നെ പഠിക്കണം, അത് അങ്ങനെ തന്നെ എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നും, പക്ഷെ ഒന്നുമില്ല, ഒരു പ്രാവശ്യം കൂടെ കേട്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. അതിനേക്കാളും കുറച്ചും കൂടി നന്നാവും ഇപ്പം നമ്മൾ ഈ ഫ്ലോ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. നോക്കുക, ഞാൻ എന്താ പറഞ്ഞത്? ഇഫിൻ്റെ അകത്ത് ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കുന്നു. ദേ ഈസ് ഫസ്റ്റ് കണ്ടീഷൻ. ഇവിടെ സാറ്റിസ്ഫൈഡ് എന്നും കൂടി ഉണ്ട്, എനിക്ക് അവിടെ എഴുതാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. ഈസ് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. അതായത് ഫസ്റ്റ് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ, അതായത് കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കും. നമ്മൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ ഇങ്ങോട്ട് നോക്കുക. ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സെക്കൻഡ് കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കും. നോക്ക്, ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആവാം, ഫോൾസ് ആവാം. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം എക്സിക്യൂട്ട് ആവും. നോക്ക്, സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം എക്സിക്യൂട്ട് ആവും. ഓക്കെ, കണ്ടീഷൻ 2 ഫോൾസ് ആണെങ്കിലോ ഈ ഇഫിൻ്റെ എൽസ് പാർട്ടിലേക്ക് എക്സിക്യൂഷൻ വരും. അതായത് സ്റ്റേറ്റ്മെന്റ് 3യും സ്റ്റേറ്റ്മെന്റ് 4ഉം എക്സിക്യൂട്ട് ആവും. കണ്ടീഷൻ 2 ഫോൾസ് ആണെങ്കിൽ നോക്കുക, ഈസ് സെക്കൻഡ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3യും സ്റ്റേറ്റ്മെന്റ് 4ഉം എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഇനി നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആയപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കയറി പോകുന്നത്, ഇത്രയും സെഗ്മെന്റിലേക്ക് വന്നത്. ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആയിരുന്നെങ്കിലോ നേരെ നമ്മൾ ഇങ്ങോട്ടേക്കാണ് വരിക. അവിടെ നമ്മൾ തേർഡ് കണ്ടീഷനെ ടെസ്റ്റ് ചെയ്യും. നോക്കൂ, ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? തേർഡ് കണ്ടീഷനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. സോ തേർഡ് കണ്ടീഷൻ ട്രൂ ആവാം, ഫോൾസ് ആവാം. ട്രൂ ആണെങ്കിൽ ഏതാണ് എക്സിക്യൂട്ട് ആവുന്നത്? 5ഉം 6ഉം. സ്റ്റേറ്റ്മെന്റ് തേർഡ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 5ഉം 6ഉം എക്സിക്യൂട്ട് ആവും. തേർഡ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ സ്റ്റേറ്റ്മെന്റ് 7ഉം 8ഉം എക്സിക്യൂട്ട് ആവും. സ്റ്റേറ്റ്മെന്റ് 7ഉം 8ഉം എക്സിക്യൂട്ട് ആവും. ഓക്കെ, നെസ്റ്റഡ് ഇഫിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ താഴെ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണോ അതിലേക്ക് എക്സിക്യൂഷൻ്റെ കൺട്രോൾ മാറും. സോ അതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഓ എന്ന് തോന്നും, പക്ഷേ ഇതൊന്നുമില്ല. ഇഫ് എൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഇഫ് എൽസ് തന്നെയാണ് ഇവിടെ നമ്മൾ നെസ്റ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, വീഡിയോ ഒരു പ്രാവശ്യം കൂടെ പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ.
ഇത് വിട്ട് കളയരുത്. കാര്യം ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ എസ്സേ കയറി ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ഇഫ് എൽസ് എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ നെസ്റ്റഡ് ഇഫ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ഷുവർ ആണ് കേട്ടോ. സോ സിൻടാക്സ് അറിഞ്ഞിരിക്കണം, ഫ്ലോ ചാർട്ട് കൊടുക്കുന്നതും അറിഞ്ഞിരിക്കണം. ഓക്കെ.